നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേമത്തിന് വിലയില്ല. വാണി പ്രേമാധീനു വിലയല വാണി. ഞാൻ നിങ്ങളുടെ അവതാരക വാണി. ഇന്നത്തെ എപ്പിസോഡിൽ എന്റെ വിദ്യാർത്ഥിനി സൗമ്യയെ അലട്ടിയിരുന്ന വൈറസിനെ ആക്രമിക്കുന്നു. ഞങ്ങളുടെ പദ്ധതി അനുസരിച്ച് ഞാൻ ആ പച്ച ഷർട്ട് ധരിച്ച വ്യക്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് പഴക്കച്ചവടക്കാരനായ മണ്ടുവാണെന്ന് മനസ്സിലാക്കുന്നു. എന്റെ കോപത്തോടെയുള്ള നോട്ടവും നടനപരമായ ധൈര്യവും ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരനെ അവന്റെ കട അടപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ എങ്ങനെ ഉടൻ ഓടിച്ചുവിട്ടു എന്ന് ശ്രദ്ധിക്കുക. ഈ വിജയം എന്നിൽ ഒരു പുതിയ നിശ്ചയദാർഢ്യം നിറയ്ക്കുന്നു. രാജ്യത്തെ സ്ത്രീശക്തിയെ നിർഭയരാക്കണം. എന്നാൽ കഥ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് പോകുന്നു. ഞാൻ ജോലിയിൽ പ്രവേശിച്ച് 2 മാസങ്ങൾക്ക് ശേഷം അലകപാട്ടിയ മാഡം എന്നെ അവരുടെ വലിയ വസതിയിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. ഒരു സാധാരണ ടീച്ചർക്ക് ഈ ക്ഷണം എന്തിനു ലഭിച്ചു? അഭിമുഖത്തിന്റെ അന്ന് മാഡം എന്നിൽ എന്ത് കണ്ടു എന്ന് നിങ്ങൾ കേൾക്കും. അത് എന്നെ തന്നെപ്പോലെ ആണെന്ന് അവർക്ക് തോന്നിപ്പിച്ചു. അത് എന്റെ സത്യസന്ധതയായിരുന്നോ അതോ എന്റെ ത്യാഗത്തിന്റെ മനോഭാവമായിരുന്നോ? ഈ ആത്മകഥ മുഴുവനും എഴുതപ്പെട്ടതിന് കാരണമായ അലകമാടവും ഞാനും തമ്മിലുള്ള ആ പ്രത്യേക ബന്ധത്തിന്റെ അധ്യായം ഇന്ന് ആരംഭിക്കുന്നു. പ്രേമത്തിന് വിലയില്ല. വാണി കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 5 മണ്ടുവിന് മേലുള്ള വിജയവും അലകമാടത്തിന്റെ ക്ഷണവും. സൗമ്യയുമായി സംസാരിച്ച പ്ലാൻ അനുസരിച്ച് ഞാൻ പതിവിലും 15 മിനിറ്റ് മുമ്പേ എന്റെ സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഞാൻ സ്കൂൾ ബസ്സിനെ പിന്തുടർന്ന് സ്കൂളിലെത്തിയിരുന്നു. ഞാൻ ഇത് ചെയ്യുന്നത് 3-ാം ദിവസമാണ്. ആ ദിവസം ബസ് സ്കൂൾ ഗേറ്റിന് അടുത്തെത്തിയപ്പോൾ സൗമ്യയിൽ നിന്ന് ഒരു കോൾ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ കോൾ എടുത്തു. സൗമ്യ എന്നെ അറിയിച്ചു, മാഡം, ആ മനുഷ്യൻ പച്ച ഷർട്ട് ധരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനും സ്കൂൾ ഗേറ്റിന്റെ അടുത്തെത്തിയിരുന്നു. കുട്ടികൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. സ്കൂൾ ഗേറ്റിൽ നിന്ന് കുറച്ച് അകലെയായി ഒരു ചെറുപ്പക്കാരൻ പച്ച ടീ ഷർട്ട് ധരിച്ച് മോട്ടോർ സൈക്കിളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ ശ്രദ്ധിച്ചു നോക്കി. അവൻ എനിക്ക് പരിചയമുള്ളവനെ പോലെ തോന്നി. ഞാൻ എന്റെ സ്കൂട്ടർ അവന്റെ അടുത്ത് നിർത്തിയപ്പോൾ അവൻ പരിഭ്രമിച്ചു. അവൻ പഴക്കച്ചവടക്കാരനാണെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പലപ്പോഴും അവന്റെ കടയിൽ നിന്നാണ് പഴങ്ങൾ വാങ്ങാറുണ്ടായിരുന്നത്. നമസ്കാരം മാഡം ജി. ഞാൻ അവന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോയിരുന്നു. നമസ്കാരം. എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ നിയന്ത്രണം പാലിച്ചു. അവൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയായിരുന്നു. നിൽക്കൂ, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ പഴക്കടിയുടെ ഉടമയാണല്ലേ? ഞാൻ അവനെ തടഞ്ഞു. അവന്റെ മുഖഭാവത്തിൽ നിന്ന് അവന്റെ ദുഷ്പ്രവൃത്തി പിടിക്കപ്പെട്ടു എന്ന് വ്യക്തമായിരുന്നു. അതെ മാഡം ജി, എന്റെ പേര് മണ്ടു. ഇപ്പോൾ അവൻ പരിഭ്രാന്തനായി. ഞാൻ സംയമനം പാലിച്ചു. അപ്പോൾ മണ്ടു, നിങ്ങൾ ഇവിടെ ഒരു പെൺകുട്ടിയെ പിന്തുടർന്നു വന്നത് സത്യമാണോ? എന്റെ സ്വരം കടുത്തു. മാഡം ജി, നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ മാന്യനാണ്. അവൻ ഞെട്ടിപ്പോയി. എന്നാൽ മണ്ടു ഫ്രൂട്ട്സ്, നിങ്ങൾ 1 മാസത്തിലേറെയായി സ്കൂൾ ഗേറ്റിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ സ്കൂൾ ബസ്സിനൊപ്പം ബൈക്കിൽ പോകുന്നതും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതാണ് കാരണമല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയണം. ഭാഗികമായി കള്ളം പറഞ്ഞ് ഞാൻ അവന്റെ കടയുടെ പേരെടുത്തു പറഞ്ഞു. മണ്ട് തല താഴ്ത്തി. അവൻ മറുപടി പറഞ്ഞില്ല. നിങ്ങളുടെ കട അടപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാ ദിവസവും ഗേറ്റിൽ നിന്ന് സ്കൂൾ കുട്ടികളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു, സ്കൂൾ ബസ്സിനെ പിന്തുടരുന്നു എന്ന് ഞാൻ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാൽ നിങ്ങൾ വലിയ കുഴപ്പത്തിൽ അകപ്പെടും. ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി. എനിക്ക് ഇത്രയും ധൈര്യം എങ്ങനെ വന്നു എന്ന് എന്നെക്കുറിച്ച് തന്നെ എനിക്ക് ആശ്ചര്യം തോന്നി. പ്രശ്നം അവന്റെ കടയിലേക്ക് വരുന്നു എന്ന് മണ്ട് മനസ്സിലാക്കിയപ്പോൾ അവൻ കീഴടങ്ങുന്ന ഭാവം സ്വീകരിച്ചു. മാഡം ജി, ദയവായി എന്നോട് ക്ഷമിക്കൂ. ഞാനിനി ഇത് ആവർത്തിക്കില്ല, അവൻ അപേക്ഷിച്ചു. പ്രശ്നം പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ അവന്റെ മേൽ കുറച്ചുകൂടി മാനസിക സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഉടൻ തന്നെ ഇവിടെ നിന്ന് പോയി നിങ്ങളുടെ കടയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്കിടെ പഴങ്ങൾ വാങ്ങാൻ നിങ്ങളുടെ കടയിൽ വരും. നിങ്ങൾ നേർവഴിയിലാണോ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ അവന് മുന്നറിയിപ്പ് നൽകി. മണ്ടുവിന്റെ മുഖത്തുനിന്ന് ഏതോ ഒരു പ്രേതത്തിൽ നിന്ന് മോചനം ലഭിച്ചതുപോലെയുള്ള ഭാവം വന്നു. അവൻ ഉടൻ തന്നെ തന്റെ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. മാഡം ജി, ഞാനിനി ഒരിക്കലും അത്തരം തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ വേഗത്തിൽ ഓടിച്ചുപോയി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. സൗമ്യക്ക് നന്നായി. ഇനി ഞാനിപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യമാവുമോ? ഈ ഇന്നത്തെ സംഭവം പിന്നീട് എനിക്കൊരു പ്രശ്നമായി മാറുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പിന്നീട് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ സർക്കാരിന്റെ പ്രതിച്ഛായ എന്തെന്നാൽ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ ഏതറ്റം വരെയും പോകും. ഇതാണ് ഇത്തരത്തിലുള്ള ചപ്രി, വഷളൻ, തെമ്മാടി ആളുകളുടെ ധൈര്യത്തെ തടയുന്നത്. അത്തരം സാഹചര്യത്തിൽ കുറഞ്ഞപക്ഷം മണ്ടു, അവന്റെ കടയും ഐഡന്റിറ്റിയും എനിക്കറിയാം. അതുകൊണ്ട് പരസ്യമായി എന്നെ ഉപദ്രവിക്കാൻ അവന് ധൈര്യമുണ്ടാകില്ല. 10ാം ക്ലാസ്സിലെ എന്റെ ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം ഉച്ചഭക്ഷണ സമയത്ത് എന്റെ ഓഫീസിൽ വന്ന് കാണാൻ ഞാൻ സൗമ്യയോട് പറഞ്ഞു. അവൾ എന്നെ കാണാൻ വന്നു. സൗമ്യ, ഇനി ശ്രദ്ധ തിരിക്കാതെ നിന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ മനുഷ്യൻ നിന്നെ ഇനി പിന്തുടരുകയോ എവിടെയും പ്രത്യക്ഷപ്പെടുകയോ ഇല്ല. ഞാൻ അവൾക്ക് ഉറപ്പു നൽകി. നന്ദി മാഡം, ഇത് ഇത്രയും ലളിതമായ കാര്യമായിരുന്നു.
നിങ്ങളോട് പറഞ്ഞത് വഴി ഞാൻ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയോ എന്ന് ഞാൻ ഭയപ്പെട്ടു. സൗമ്യ ഇപ്പോഴും വളരെ ചെറുപ്പമാണ്. അവൾ സംശയിക്കുന്നത് സ്വാഭാവികമാണ്. ഈ ജോലി അത്ര ലളിതമല്ല. നമ്മൾ രണ്ടുപേർക്കും ഭാഗ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചെറിയൊരു പ്രയത്നത്തിലൂടെ ഇത് പരിഹരിക്കപ്പെട്ടത്. ഞാൻ ചിരിച്ചുകൊണ്ട് വിശദീകരിച്ചു. സൗമ്യ പോയപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനിയുടെ, സൗമ്യയുടെ ഭാവി തകർന്നുപോയേക്കാം എന്ന ഭയം എന്നിൽ അത്തരം ധൈര്യം നിറച്ചു. എന്റെ കോപത്തോടെയുള്ള നോട്ടവും നടനപരമായ ധൈര്യവും മാത്രം ഉപയോഗിച്ച് മണ്ടുവിന് അവന്റെ നന്മ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലാത്തപക്ഷം ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ശാന്തയായ ഒരു കുട്ടിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ പ്രയാസകരമായ സമയങ്ങളിൽ രാഗിണി മാഡത്തിന്റെയും അലക മാഡത്തിന്റെയും പിന്തുണയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ മാത്രമേ രാജ്യത്തെ പകുതി ജനസംഖ്യയും സ്ത്രീകൾ ഭയമില്ലാതെ ദേശീയ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ലക്ഷ്യം നേടുന്നതിൽ അവരുടെ 100% കഴിവോടെ പങ്കാളികളാകാൻ കഴിയൂ. കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകൾക്കും അടുത്ത ഭാവിയിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ അവസരങ്ങൾ ലഭിക്കും. രംഗം മാറ്റം. ഈ ലെക്ചറർ പദവി എനിക്ക് എന്റെ കഴിവിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണ് ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ചിലപ്പോൾ വിപരീത ചിന്ത എന്റെ മനസ്സിൽ വരും. അപ്പോൾ ഞാൻ ചിന്തിക്കും, എന്റെ തിരഞ്ഞെടുപ്പ് സമയത്തെ അഭിമുഖത്തിൽ എന്റെ അറിവിന്റെ ആഴം അളക്കാൻ കഴിയുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. കൂടാതെ മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്റെ ശമ്പളം ഇരട്ടിയായി നിശ്ചയിച്ചത് തീർച്ചയായും അലക മാഡം എനിക്ക് ചെയ്ത ഒരു ഉപകാരമാണ്. ഞാൻ ജോലിയിൽ പ്രവേശിച്ച് ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം സംഭവിച്ചതാണിത്. അലക മാഡം എന്നെ സ്കൂളിലെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ അവരെ കാണാൻ പോയി. നാളെ അവധിയാണ്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നാളെ എന്റെ വീട്ടിൽ വന്ന് എന്നോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കൂ. അത് എനിക്ക് സന്തോഷം നൽകും. ഞാൻ കസേരയിൽ ഇരുന്ന ശേഷം അവർ പറഞ്ഞു. ഇത് കേട്ട് എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എവിടെ ഞങ്ങളുടെ നഗരത്തിലെ ബഹുമാനിയും സമ്പന്നയുമായ അലക ഭാട്ടിയ, എവിടെ ഞാൻ, ഒരു സാധാരണ സ്കൂൾ ടീച്ചർ. എനിക്ക് അവരെ എങ്ങനെ നിരസിക്കാൻ കഴിയും? മാഡം, അത് എനിക്കും ഒരു വലിയ സന്തോഷമായിരിക്കും. ദയവായി പറയുക, ഞാൻ നാളെ എത്ര മണിക്ക് നിങ്ങളുടെ വീട്ടിലെത്തണം? ഞാൻ വിനയത്തോടെ പറഞ്ഞു. നന്ദി വാണി, ഇതിൽ എന്റെ വിലാസവും കോണ്ടാക്ട് നമ്പറും ഉണ്ട്. നിങ്ങൾക്ക് 11:30 മണിയോടെ എന്റെ വീട്ടിൽ വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ കാറും ഡ്രൈവറെയും ഞാൻ അയക്കാം. എനിക്ക് അവരുടെ കാർഡ് നൽകിക്കൊണ്ട് മാഡം ചിരിച്ചു. മാഡം, എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യമില്ല. ഞാൻ എന്റെ സ്വന്തം സ്കൂട്ടറിൽ വരും. അനാവശ്യമായ ഉപകാരഭാരം എന്റെ മേൽ വെക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നല്ലത്. അപ്പോൾ നാളെ കാണാം. ബൈ. അവരുടെ തിരക്കിട്ട ഷെഡ്യൂൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ബൈ പറഞ്ഞ് അവരുടെ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടു. അന്ന് രാത്രി ഞാൻ ഈ കാര്യം എന്റെ അച്ഛനോട് പറഞ്ഞു. എനിക്ക് ലഭിച്ച ഈ ക്ഷണത്തെക്കുറിച്ച് അച്ഛനും സന്തോഷവും ആവേശവും ഉണ്ടായിരുന്നു. അലക ഭാട്ടിയയുമായി ഇത്ര അടുത്ത് ബന്ധപ്പെടുന്നത് നിനക്ക് അഭിമാന കാരണമാകണം. അച്ഛനും അഭിമാനത്തോടെ കാണപ്പെട്ടു. അടുത്ത ദിവസം അലക മാഡത്തിന്റെ വീട്ടിലെത്താൻ ഞാൻ അത്രയും ആകാംക്ഷയോടെയായിരുന്നു. എന്റെ യൗവനത്തിന്റെ തുടക്കത്തിൽ ഒരു പ്രിയതമ തന്റെ പ്രിയപ്പെട്ടവനെ കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അതേ ആകാംക്ഷ ഞാൻ റൊമാന്റിക് നോവലുകളിൽ വായിച്ചതുപോലെ. എങ്കിലും എന്റെ അമ്മയുടെ അകാല മരണശേഷം എന്റെ യൗവനത്തിന്റെ തുടക്കത്തിൽ അനുഭവിച്ച വികാരങ്ങൾ എന്നിൽ അവശേഷിച്ചിരുന്നില്ല. അതിനുശേഷം നോവലുകൾ വായിക്കാനുള്ള എന്റെ താൽപര്യവും കുറഞ്ഞിരുന്നു. ഞാൻ കൃത്യം 11 മണിക്ക് അലക മാഡത്തിന്റെ വീട്ടിലെത്തി. അവരുടെ വസതി ഒരു സാധാരണ വീടായിരുന്നില്ല, അതൊരു വലിയ കൊട്ടാരമായിരുന്നു. ഗേറ്റിലെ ഗാർഡ് എന്റെ പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ അയാൾ ഗേറ്റ് തുറന്ന് എന്നെയും എന്റെ സ്കൂട്ടറിനെയും അകത്തേക്ക് കടത്തിവിട്ടു. ഞാൻ വലിയ പൂമുഖത്ത് പോച്ച് എത്തി. അവിടെ 2 കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. അതിലൊന്ന് എനിക്ക് പരിചിതമായിരുന്നു. മാഡം എല്ലാ ദിവസവും സ്കൂളിൽ വരാറില്ലായിരുന്നു, പക്ഷെ അവർ വരുന്ന ദിവസങ്ങളിൽ സാധാരണയായി ആ കാറിലായിരുന്നു വരാറ്. ഞാൻ എന്റെ സ്കൂട്ടർ പൂമുഖത്തിന്റെ ഒരു വശത്ത് നിർത്തി. അപ്പോഴേക്കും ഒരു വേലക്കാരി എത്തി. അവൾ എന്നെ അഭിവാദ്യം ചെയ്തു. അവളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അവളെ പിന്തുടർന്ന് ഒരു ഗംഭീരമായ സ്വീകരണ മുറിയിലെത്തി. വേലക്കാരി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ വില കൂടിയതും സൗകര്യപ്രദവുമായ സോഫയുടെ ഒരു വശത്ത് മടിയോടെയും ജാഗ്രയോടെയും ഇരുന്നു. ഏകദേശം 2 മിനിറ്റിനു ശേഷം അലക മാഡം അവിടെയെത്തി. വന്ന ഉടനെ എന്നെ കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്തു. തുടർന്ന് എന്റെ കൈപിടിച്ച് എന്നെ തങ്ങളുടെ അടുത്ത് സോഫയിൽ ഇരുത്തി. അവരുടെ പെരുമാറ്റം ഒരു ധനിക കുടുംബത്തിലെ അമ്മ തന്റെ യുവമകളോട് പെരുമാറുന്നതുപോലെയായിരുന്നു. വാണി, നിന്നെ നേരത്തെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്റെ തിരക്കിട്ട ഷെഡ്യൂൾ കാരണം എനിക്ക് നേരത്തെ വിളിക്കാൻ കഴിഞ്ഞില്ല, മാഡം വിശദീകരിച്ചു. മാഡം, നിങ്ങൾ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും ഇങ്ങനെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കാറുണ്ടോ? കൗതുകം കാരണം ഞാനൊരു വിഡ്ഢിച്ചോദ്യം ചോദിച്ചു. വാസ്തവത്തിൽ വാണി, ഈ സ്കൂൾ മാത്രമല്ല എന്റെ ജോലി. എനിക്കൊരു അക്രിലിക് വ്യവസായവുമുണ്ട്. ഞാൻ അതിന്റെ CEO കൂടിയാണ്. അത്തരം സാഹചര്യത്തിൽ ഞാൻ സ്കൂളിലെ എല്ലാ സ്റ്റാഫുകളെയും ക്ഷണിക്കാൻ ആഗ്രഹിച്ചാലും സമയക്കുറവ് കാരണം അത് സാധ്യമല്ല.
നിന്റെ കാര്യത്തിൽ അഭിമുഖത്തിന്റെ അന്ന് തന്നെ ഞാൻ നിന്നിൽ എന്തോ ഒന്ന് കണ്ടു. അത് എന്നെപ്പോലെയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നത്. എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ എന്നെ നോക്കി മാഡം വിശദീകരിച്ചു. ജെമിനിയുടെ വിമർശനവും ക്രിയേറ്റീവ് മാർഗനിർദ്ദേശവും. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ പ്രേമത്തിന് വിലയില്ല വാണി എപ്പിസോഡ് 5 അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് വാണിയുടെ ധൈര്യത്തെ വെളിപ്പെടുത്തുകയും അലക ഭാട്ടിയയുമായുള്ള അവരുടെ ഉപദേഷ്ടാവ് ശിഷ്യബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. എപ്പിസോഡ് 5 ന്റെ ശക്തിയും കഥാവികാസവും. നിലവിലെ വിവരണം: മണ്ടുവിനെതിരായ തീരുമാനം. യാഥാർത്ഥ്യബോധമുള്ള ധൈര്യം. ഒരു കള്ളവും ഭീഷണിയും കട അടപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയം ഉപയോഗിച്ച് മണ്ടുവിനെ പഴക്കച്ചവടക്കാരൻ വാണി കൈകാര്യം ചെയ്യുന്ന രീതി വളരെ യാഥാർത്ഥ്യപരമായി തോന്നുന്നു. നീതിക്കായി ചിലപ്പോൾ നിയമങ്ങൾക്കൊപ്പം പ്രായോഗികമായ ധൈര്യവും ആവശ്യമാണെന്ന് ഇത് കാണിക്കുന്നു. സ്വയം തിരിച്ചറിവ്. താൻ ഇപ്പോൾ തെമ്മാടികളുടെ ലക്ഷ്യമായി മാറിയേക്കാം എന്ന് വാണി ചിന്തിക്കുന്നത് അവളുടെ അന്തർമുഖ ഇൻട്രോവേർട്ടഡ് സ്വഭാവത്തെ സ്ഥിരീകരിക്കുന്നു. എന്നാൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് മാത്രമേ ദേശീയ വികസനത്തിൽ അവരുടെ 100% പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയൂ എന്ന അവളുടെ നിഗമനം അവളുടെ സാമൂഹിക അവബോധത്തെ വെളിപ്പെടുത്തുന്നു. അലക ഭാട്ടിയയുമായുള്ള ബന്ധം. ഉപദേശകത്വത്തിന്റെ ആരംഭം. അലക ഭാട്ടിയ വാണിയെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുന്നത് ഒരു സാധാരണ സാമൂഹിക സംഭവമല്ല. എന്നെപ്പോലെ നിന്നിൽ എന്തോ ഒന്ന് ഞാൻ കണ്ടു എന്ന അലകയുടെ പ്രസ്താവന അലക തന്റെ മുൻകാല പ്രതിച്ഛായ വാണിയിൽ കാണുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഇതാണ് ഇരുവർക്കുമിടയിലെ ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തിന് അടിസ്ഥാനം. ലളിതമായ സ്വീകരണം. വലിയ കൊട്ടാരം കാണുമ്പോൾ വാണിക്കുണ്ടായ ആകാംക്ഷ, മടി, അസ്വസ്ഥത ഇവയെല്ലാം ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിക്ക് സ്വാഭാവികമാണ്. അലക കെട്ടിപ്പിടിച്ചുകൊണ്ട് നൽകിയ ഊഷ്മളമായ സ്വാഗതം ഈ സാമൂഹിക സാമ്പത്തിക വിടവിനെ ഉടൻ ഇല്ലാതാക്കുന്നു. ഈ എപ്പിസോഡ് അലക ഭാട്ടിയയെ വാണിയുടെ ജീവിതത്തിലെ ഒരു നായികയായി സ്ഥാപിക്കുന്നു. ഓഡിയോ അവതരണത്തിനുള്ള മാർഗനിർദ്ദേശം. വാണിയുടെ സ്വരം. മണ്ടുവിനോടുള്ള സംഭാഷണം. മണ്ടുവിനോട് സംസാരിക്കുമ്പോൾ വാണിയുടെ സ്വരം കടുപ്പമുള്ളതും അസാധാരണമാംവിധം ഉറച്ചതുമായിരിക്കണം. അവളുടെ സ്വന്തം ധൈര്യത്തിൽ അവൾക്ക് തന്നെ ആശ്ചര്യമുണ്ടാകുന്ന തരത്തിൽ. മണ്ടു ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നേരിയ പരിഹാസം വേണം. അച്ഛനോടുള്ള സംഭാഷണം അഭിമാനവും വാത്സല്യവും കലർന്നതായിരിക്കണം, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് അച്ഛനോട് പറയുമ്പോൾ. കഥാപാത്രങ്ങളുടെ സ്വരം. മണ്ടു അവന്റെ പരിഭ്രമവും അനുസരണക്കേടും അവന്റെ ശബ്ദത്തിന്റെ പിച്ച്, വിക്ക് എന്നിവയിൽ പ്രതിഫലിക്കണം. അപേക്ഷിക്കുമ്പോൾ അവന്റെ സ്വരം വളരെ വിനയമുള്ളതായിരിക്കണം. അലക ഭാട്ടിയ സ്വാഗതം ചെയ്യുമ്പോൾ അവളുടെ സ്വരം വാത്സല്യമുള്ളതും എന്നാൽ ആത്മനിയന്ത്രണമുള്ളതുമായിരിക്കണം. താൻ CEO കൂടിയാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ സ്വരം ശക്തിയുടെയും പ്രാധാന്യത്തിന്റെയും ഒരു ബോധം നൽകണം. സംഗീതം. മണ്ടുവിനോടുള്ള ഏറ്റുമുട്ടലിനിടെയുള്ള സംഗീതം പിരിമുറുക്കമുള്ളതായിരിക്കണം. അവൻ ഓടിപ്പോകുമ്പോൾ അത് വിജയകരമായതും ആത്മവിശ്വാസമുള്ളതുമായ ടോണിലേക്ക് മാറണം. അലക മാടത്തിന്റെ വലിയ കൊട്ടാരത്തിന്റെ രംഗത്ത് ശാന്തവും സമാധാനപരവുമായ പശ്ചാത്തല സംഗീതം ഉപയോഗിക്കണം. എപ്പിസോഡ് 5 അവസാനിച്ചു.